സിനിമകളിലൊക്കെ പൈലറ്റ്സ് വളരെ വിചിത്രമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. റോജർ, വിൽക്കോ, നെഗറ്റീവ്. നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്നും ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? എന്തുകൊണ്ടാണ് പൈലറ്റ്സ് ഇത്രയും വേഗത്തിൽ സംസാരിക്കുന്നത്? യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏവിയേഷൻ ലോകത്തെ ആ വിചിത്രമായിട്ടുള്ള രഹസ്യ ഭാഷയെക്കുറിച്ചാണ്. ഇതിനെ റേഡിയോ ടെലിഫോണി എന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. She always knew the sky was calling her. From the warmth of golden shores to the cockpit above the clouds, every dream she carried became a wing she flew with. At Kerala Flight Academy, India's first hybrid hangar campus, her journey begins. Your sky, your story. എന്താണ് ഏവിയേഷൻ ഇംഗ്ലീഷ്? ലോകത്തിൻ്റെ ഏത് കോണിലുള്ള പൈലറ്റ്സും എയർ ട്രാഫിക് കൺട്രോളറും പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. ഇതിനെ ഏവിയേഷൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നു. ആൽഫ, ബ്രാവോ, ചാർലി, ഡെൽറ്റ, എക്കോ, ഫോക്സ്ട്രോട്ട് എന്ന് തുടങ്ങി സുലു വരെ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ കോൾ സൈൻ VTABC എന്നാണെങ്കിൽ നിങ്ങൾ റേഡിയോയിൽ പറയുക വിക്ടർ, ടാങ്കോ, ആൽഫ, ബ്രാവോ, ചാർലി എന്നായിരിക്കും. എന്തിനാണെന്നോ, ബിയും ഡിയും പറയുന്ന സമയത്ത് അത് കേൾക്കാൻ ഒരുപോലെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ബ്രാവോ, ചാർലി എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും തെറ്റില്ല. ഇനി നമ്പേഴ്സിനും മാറ്റമുണ്ട്. 3 എന്നതിനെ ട്രീ എന്നും 9 എന്നതിനെ നൈനർ എന്നാണ് പറയുക. ഇനി നമുക്ക് കുറച്ച് RT പദങ്ങൾ നോക്കാം. സ്റ്റാൻഡേർഡ് ഫ്രസിയോളജി. ഏവിയേഷനിൽ എസ് എന്നോ നോ എന്നൊന്നും പറയില്ല. പകരം വി ഹാവ് സം മാജിക്കൽ വേർഡ്സ്. എസ് എന്നതിന് അഫേം എന്നും നോ എന്നതിന് നെഗറ്റീവ് എന്നും, നിങ്ങൾ പറഞ്ഞത് എനിക്ക് കിട്ടി എന്നതിന് റോജർ എന്നും, നിങ്ങൾ പറഞ്ഞത് എനിക്ക് കിട്ടി ഞാനത് അനുസരിക്കാം എന്നുള്ളതിനെ വിൽക്കോ എന്നും, വീണ്ടും പറയുക എന്നതിനെ സേ എഗെയിൻ, റിപ്പീറ്റ് പ്ലീസ് എന്ന് പറയില്ല, സേ എഗെയിൻ. പ്ലീസ് വെയിറ്റ്, ഐ വിൽ ബി ബാക്ക് എന്നതിനെ സ്റ്റാൻഡ് ബൈ എന്നാണ് പറയുക. ഹിയർ ബാക്ക് ആൻഡ് റീഡ് ബാക്ക് എന്താണെന്നറിയും? റേഡിയോ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റീഡ് ബാക്ക്. ATC പൈലറ്റിന് ഒരു നിർദ്ദേശം നൽകിയാൽ, ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഉയരത്തിൽ ഫ്ലൈറ്റ് പറക്കണമെന്നാവട്ടെ, പൈലറ്റ് അത് കേട്ടു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പകരം കേട്ട നിർദ്ദേശം അതേപടി തിരിച്ച് ആവർത്തിച്ച് പറയുകയും വേണം. ഇതിലൂടെ പൈലറ്റ് കേട്ടത് ശരിയാണെന്ന് ATCക്ക് ഉറപ്പുവരുത്താം. ഇതിനെയാണ് സുരക്ഷയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എമർജൻസി കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അടിയന്തര ഘട്ടങ്ങളിൽ പൈലറ്റ്സ് പ്രധാനമായിട്ടും 2 കോഡുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് മെയ്ഡേ. Dodge, release the stick, go forward on the stick, and then slowly back again. I'm level, I'm straight level, I don't know where I am. Landing 15 Lima, remain VFR if you can, remain straight and level. Squad 7700 if you have a transponder. Get level now. Landing 15 Lima, do you have a transponder, sir? I do, 120. ഏറ്റവും വലിയ അപകടാവസ്ഥയിൽ, ഉദാഹരണത്തിന് എൻജിൻ നിലച്ചാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പൈലറ്റ്സ് 3 തവണ മെയ്ഡേ എന്ന് വിളിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആകാശത്തുള്ള ബാക്കി എല്ലാ ഫ്ലൈറ്റ്സും നിശബ്ദമാകും. രണ്ടാമത്തേത് പാൻ ആണ്. അടിയന്തര സഹായം ആവശ്യമാണ്, എങ്കിലും തൊട്ടടുത്ത നിമിഷത്തിൽ ജീവന് ഭീഷണിയില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പാൻ എന്നാണ് ഉപയോഗിക്കുക. സത്യത്തിൽ ഈ ഭാഷ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ പൈലറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പയാണ്. ഇതിനായി RTR, റേഡിയോ ടെലിഫോൺ റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് പരീക്ഷ തന്നെയുണ്ട്. എനിവേയ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഡിയോ ടെലിഫോണിയെ കുറിച്ചായിരുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്. ഈ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അവർക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരേക്കും ബൈ.